ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. പൊങ്കാല നിവേദ്യം സമർപ്പിച്ച് ഭക്തർ വീടുകളിലേക്ക് മടങ്ങുകയാണ്. കേരളത്തിന് പുറത്തുനിന്നടക്കം ലക്ഷക്കണക്കിന് പേരാണ് പൊങ്കാലയർപ്പിക്കാൻ എത്തിയത്. ആറ്റുകാലിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട് തത്സമയം. ശ്രീനിതയിലേക്കാണ് ആദ്യം പോകുന്നത്. ശ്രീനിത ഉള്ളത് കിഴക്കേക്കോട്ടയിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ ഭക്തരൊക്കെ മടങ്ങിപ്പോകുന്നതിന്റെ തിരക്കിലാണ്. എന്താണ് നൽകാനുള്ള വിവരങ്ങൾ? അനുജ, ആത്മസംതൃപ്തിയോടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാലയർപ്പിക്കാൻ വന്നവരെല്ലാവരും തിരിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവരുടെ ആഗ്രഹപ്രകാരം ആറ്റുകാലമ്മയ്ക്ക് നിവേദ്യമർപ്പിച്ച് പൂർണ്ണമായ സംതൃപ്തിയോടെ എല്ലാവരും മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ നിവേദ്യം അർപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ എല്ലാവരും തിരിച്ച് യാത്രയാവുകയാണ്. അവർക്ക് പോകേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാരും മറ്റധികൃതരും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് റോഡിൽ കാണാം വാഹനങ്ങളുടെ ഒരു തിരക്കും ഒരു വശത്തുണ്ട്. ഒരു വശത്ത് KSRTC ബസ്സുകളെല്ലാം നിരന്ന് കിടക്കുകയാണ്. നമ്മൾ നിവേദ്യം അർപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ KSRTC ബസ്സുകൾ റോഡിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ ബസ്സിലൊക്കെ യാത്രക്കാർ കയറി തുടങ്ങുന്നുണ്ട്. പല ദേശങ്ങളിൽ നിന്നും പല നാടുകളിൽ നിന്നൊക്കെ വന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പോകാനുള്ള സൗകര്യങ്ങൾ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കണ്ടതാണ്. വിദേശ വനിതകളും അങ്ങനെ പല കടലും കരയും കടന്നു വന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പോകേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവുമുണ്ട്. ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയതാണ് ഗതാഗത നിയന്ത്രണം. അത് ഇന്ന് രാത്രി വരെ തുടരും. കാരണം ഇത്രയധികം ആളുകൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. അതിനൊപ്പം തന്നെ ചരക്ക് ലോറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാരവാഹനങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആകെ ട്രാഫിക് ബ്ലോക്ക് ആകുന്നതുകൊണ്ട് ഇന്ന് രാത്രി വരെ ഈ ഗതാഗത നിയന്ത്രണം തുടരും. ഏതായാലും ആളുകൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യവും ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എല്ലാവരും ഒരുമിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകും. അത് ആ സ്വാഭാവികമായ ബ്ലോക്കാണ് കാണുന്നത്. പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ KSRTC ബസ്സിലേക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാകും എല്ലാ യാത്രക്കാരൊക്കെ കയറിയിരിക്കുന്നുണ്ട്. എല്ലാവരും ആത്മസംതൃപ്തിയോടെയാണ് പോകുന്നത്. പല ദേശങ്ങളിൽ നിന്ന് വന്നവരുൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സർവീസുകളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർവീസുകളെല്ലാം എല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നിവേദ്യം അർപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഇവിടെ എല്ലാം കാലിയായി. കണ്ടോ, ഇവിടെ എല്ലാം കാലിയായി. ഇനി ഈ ചുടുകട്ടകൾ മാറ്റും. അതുപോലെ തന്നെ ഹരിത പൊങ്കാല ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശം വളരെ കുറവായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ സമീപം വളരെ കുറവായിരുന്നു. അതൊക്കെ ഈ ഭക്തർക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അവരെല്ലാം അത് കൃത്യമായി പാലിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നഗരസഭ അധികൃതർക്കും സംതൃപ്തിയുണ്ട്. എല്ലാവരും പറയുന്ന രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ കാണുന്ന കാഴ്ച എല്ലാവരും സന്തോഷത്തോടെ ആറ്റുകാലമ്മ തങ്ങളുടെ നിവേദ്യം സ്വീകരിച്ചു എന്ന സന്തോഷത്തോടെ എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഇനി അടുത്ത പൊങ്കാലയ്ക്ക് കാണാമെന്ന് ഉള്ള മനസാന്നിധ്യം കൊണ്ടാണ് തിരിച്ചു പോകുന്നത്. പലരും പറയുന്നത് കേട്ടു, ഈ വെയിലും ചൂടും ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ വരണ്ട എന്ന് വിചാരിക്കും. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയുടെ സമയമാകുമ്പോൾ അമ്മയെ കാണാതെ എങ്ങനെയാണ് എന്നുള്ള ചിന്ത വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയുന്തോറും പൊങ്കാല കലങ്ങൾ കൂടി വരികയാണ്. അത് ആറ്റുകാലമ്മ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവിയാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഒരു കാര്യം ഭക്തരുടെ മനസ്സിൽ എത്രത്തോളം പതിഞ്ഞിട്ടുണ്ട് എന്നതിന് ഉദാഹരണമാണ് ഓരോ വർഷവും കൂടി വരുന്ന ആറ്റുകാൽ പൊങ്കാല കലങ്ങൾ. അതുപോലെ തന്നെ പല സന്തോഷം നൽകുന്ന ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും നമ്മൾ കണ്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് പാളയം പള്ളി ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ക്രിസ്ത്യൻ ജനവിഭാഗത്തെ സംബന്ധിച്ച് ഒരുപാട് ചടങ്ങുകളും പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ ഉള്ള ദിവസമാണ്. പക്ഷേ അവർ ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് അവരുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഒഴിവാക്കിയിരുന്നു. പാളയം പള്ളിയെ മാതൃകയാക്കി മറ്റു പള്ളികളും അങ്ങനെ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അവർ പള്ളിമുറ്റത്ത് പൊങ്കാലയർപ്പിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി പൊങ്കാലയർപ്പിക്കുന്നവർക്ക് സംഭാരവും വെള്ളവും എല്ലാം നൽകുന്ന കാഴ്ച കണ്ടു. അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു കേരള മോഡൽ കാണാൻ സാധിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷം നൽകുന്ന ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു. ഇതേ രീതിയിലുള്ള കാഴ്ചകൾ അടുത്ത വർഷവും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമായി പൊങ്കാലയിട്ടവരും ഒരുപാട് തവണ പൊങ്കാലയിട്ടവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം ആറ്റുകാലമ്മയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ആ പൊങ്കാലയിടുന്ന സമയത്തുണ്ടാകുന്ന ഭക്തിയെക്കുറിച്ചാണ്, അവർക്ക് കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും സംതൃപ്തിയോടെ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങുകയാണ്. അനുജ, ശരി. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഗോപികയിലേക്കാണ്. ഗോപികയുള്ളത് തമ്പാനൂരാണ്. ഗോപിക, തമ്പാനൂരിലാണ് ഇനിയിപ്പോൾ ഏറ്റവും വലിയ തിരക്ക് അനുഭവപ്പെടാൻ പോകുന്നത്. കാരണം മടങ്ങിപ്പോകലിൻ്റെ തിരക്കാണ് ഭക്തർ. അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനുണ്ട്, അതുപോലെ KSRTC ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ സർവീസുകളൊക്കെ റെയിൽവേയും KSRTCയും ഒരുക്കിയിട്ടുമുണ്ട്.
അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? അനുജ, ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. വലിയ തരത്തിലുള്ള ഭക്തരുടെ തിരക്കാണ്. ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് പോവുക എന്നൊരു രീതിയിൽ ആ ഒരു തിരക്കാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. നാഗർകോവിൽ ഭാഗത്തേക്ക് പോകേണ്ടവർ അപ്പുറത്തെ സൈഡിലുള്ള എൻട്രൻസ് വഴി ഈ ഭാഗത്തുകൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ കൊല്ലം കായംകുളം ഭാഗത്തേക്ക് കടന്നു പോകാനുള്ള ഭക്തജനങ്ങൾ ഒക്കെയാണ് ഈ ഭാഗത്തേക്ക് പോകുന്നത്. തൊട്ടപ്പുറത്ത് നാഗർകോവിലേക്ക് പോകേണ്ട ട്രെയിൻ ഉണ്ട്, അത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുണ്ട്. അങ്ങനെ ഒരുപാട് ട്രെയിൻ സർവീസുകൾ ഉണ്ട്. നിലവിൽ ഉള്ള ചെന്നൈ മെയിൽ അടക്കമുള്ള പല ട്രെയിനുകളും കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ ഭക്തർക്ക് മടങ്ങിപ്പോകാൻ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും റെയിൽവേയും ഇന്ത്യൻ റെയിൽവേയും ഒപ്പം തന്നെ KSRTC സർവീസുകളടക്കം 300-ലധികം കൂടുതൽ KSRTC സർവീസുകളുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിലും ഇതുപോലെയുള്ള വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അമ്മ, എങ്ങനെ ഉണ്ടായിരുന്നു? പൊങ്കാലയൊക്കെ വിചാരിച്ച പോലെ ഇടാൻ പറ്റിയോ? ഓ, അടിപൊളിയായിട്ടിട്ട്. എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാണ്? കൊല്ലം. ട്രെയിൻ ഉണ്ടോ ഇപ്പൊ? അറിയാൻ വയ്യ, നോക്കണം മോളെ. ട്രെയിൻ ഉണ്ടെന്നാ കേട്ട. 3-ലും 4-ലും ട്രെയിൻ ഉണ്ട്, അതുകൊണ്ട് തിരക്കില്ല. അമ്മ എവിടുന്നാണ്? കൊല്ലം ഭാഗത്തേക്കുള്ള ആൾക്കാരുടെ ഒരു തിരക്കാണ്. പാലക്കാട് പൂക്കോട്ട് ആവുന്നുണ്ട്. ട്രെയിൻ ഉണ്ടോ ഇപ്പൊ? ട്രെയിനില്ല, ട്രെയിൻ കാലത്തുള്ളൂ. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു പൊങ്കാലയൊക്കെ? നന്നായി പ്രാർത്ഥിച്ചു, അമ്മയെ പ്രാർത്ഥിച്ചു, നന്നായിരുന്നു. നല്ല തൃപ്തിയോടെ ഇടാൻ പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. അനുജ, നമ്മൾ ഈ കാണുന്ന മുഖങ്ങളിൽ കാണുന്ന എത്ര തിരക്കാണെങ്കിലും അവരുടെ ഒക്കെ മുഖത്ത് കാണുന്ന ആ ഒരു സന്തോഷം, ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാലയിട്ട് അവർ 2-3 ദിവസമായി ഇവിടെ വന്ന് കാത്തുകെട്ടി ഇരുന്ന് അടുപ്പ് കൂട്ടി പൊങ്കാല ഇട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ അയ്യോ ഭയങ്കര തിരക്കാണല്ലോ, നിൽക്കാൻ പറ്റാത്ത സ്ഥലമാണല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഭക്തരെ സംബന്ധിച്ച് അവർ 2-3 ദിവസം കാത്തിരുന്നാണ് പൊങ്കാല ഇട്ടത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു തിരക്കുമല്ല. അവർ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് പോയി കുട്ടികൾക്കൊക്കെ ഈ പൊങ്കാല നൈവേദ്യം കൊടുക്കാനൊക്കെയുള്ള ഒരു തിരക്കിലും സന്തോഷത്തിലും ഒക്കെയാണ്. ഈ RPF-ഉം കേരള പോലീസും ഒക്കെ വലിയ തരത്തില് തിരക്കൊക്കെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെടുന്നു. സാർ, എങ്ങനെയുണ്ട് തിരക്ക്? തിരക്ക് വലിയ തിരക്കാണ്. എല്ലാ വർഷവും ഈ തരത്തിലുള്ള തിരക്കാണോ അതോ ഈ വർഷം കൂടുതലാണോ? ഇല്ല, എല്ലാ വർഷവും തിരക്കുള്ളതാണ്. ഇതിൽ കുറവൊന്നുമില്ല. കഴിഞ്ഞ വർഷം കുറച്ചൊരു തിരക്കുറവുണ്ട്, ഇത്തവണ അതിലും കൂടുതലാണ്. നിങ്ങൾക്കൊക്കെ അത് ശീലമായിരിക്കും അല്ലേ? നമുക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ വന്ന് ശീലമാണ്. അതെ, ഇവരും അതിനെ വലിയൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അവർക്കൊക്കെ ഈ തിരക്ക് ശീലമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി തിരക്ക് ഏത് തരത്തിൽ നിയന്ത്രിക്കണം എന്നൊക്കെ അവർക്കറിയാം. നമുക്ക് കാണാം, ഞാനിവിടെ 2:30 മുതൽ ഇവിടെ ഉണ്ട്. ആ നിവേദ്യത്തിന്റെ സമയം കഴിയുന്നത് മുതൽ തന്നെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ കൂട്ടത്തോടെ വന്നോണ്ടിരിക്കും. അമ്മ എവിടെ നിന്നാണ്? അമ്മ കൊല്ലം വയ്യനാട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നൊക്കെ വന്ന ആളുകൾ മടങ്ങിപ്പോകുന്ന തിരക്കിലാണ്. ചിലർക്ക് ഈ സമയം വാഹന സൗകര്യമില്ല എന്നവർ പറയുന്നു. പക്ഷേ KSRTC-യും റെയിൽവേയും ഒക്കെ പ്രത്യേക സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റെയിൽവേ എറണാകുളത്തേക്ക് മെമു സർവീസൊക്കെ 3:30 ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട്. KSRTC-യും ഒട്ടേറെ സ്പെഷ്യൽ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മൾ പോകുന്നത് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തേക്കാണ്. പ്രവിത ലക്ഷ്മിയുണ്ട് അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാൻ. പ്രവിത, ക്ഷേത്രത്തിൽ ഇനിയും ചടങ്ങുകൾ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് രാത്രി കുത്തിയോട്ടം, അതിൻ്റെ ഭാഗമായി നടക്കുന്ന കുട്ടികളുടെ ഒരു വഴിപാട്, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ ഇനി നടക്കാനുണ്ട്. അവിടെ നിന്ന് നൽകാനുള്ള വിവരം. അതെ, തീർച്ചയായിട്ടും ആറ്റുകാൽ ക്ഷേത്രോത്സവത്തിന്റെ 9-ാം ദിവസത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ഇന്നാണ് ഈ പൂരം നാളിലാണ് ആറ്റുകാൽ പൊങ്കാല, ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല അതൊരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ദിവസങ്ങളായ കാത്തിരിപ്പിനൊടുവിൽ ഭക്തർ ഏറെ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും ഒക്കെയാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനായി ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും അവരുടെ ആഗ്രഹവും പ്രതീക്ഷയും എല്ലാം അനുസരിച്ച് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ ദേവിക്ക് അർപ്പിക്കാൻ സാധിച്ചു. അതിന്റെ സന്തോഷത്തിലുള്ള മടക്കം, അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇതിങ്ങനെ ഒഴുകുകയാണ്. ഇവിടുന്ന് ഭക്തജനങ്ങൾ ഈ പരിസരത്ത് നിന്ന്, ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് അവരുടെ വീടുകളിലേക്ക്, അവരുടെ നാടുകളിലേക്ക് പോകാനുള്ള തത്രപ്പാടിലാണ്. അവർ എല്ലാം പോകുന്നത് സിറ്റിയിലേക്കാണ്, തിരുവനന്തപുരം സിറ്റിയിലേക്കാണ്. ഇപ്പം അല്പം മുൻപ് ശ്രീനിധിയും ഒപ്പം ഗോപികയും ഒക്കെ പറഞ്ഞതുപോലെ ഇവിടുത്തെ തിരക്കൊഴിയും, പക്ഷേ അവിടേക്കിനി ആളുകൾ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് ഇന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഈ നാളെയാണ് ക്ഷേത്രോത്സവം അവസാനിക്കുന്നത്. അപ്പം നാളെയും തീർച്ചയായിട്ടും സമാനമായ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇനി അനുജ ചോദിച്ച ചോദ്യത്തിലേക്ക്, ഇന്ന് ക്ഷേത്രത്തിൽ മറ്റ് ചില ചടങ്ങുകൾ കൂടി നടക്കാനുണ്ട്.
ഇന്നിപ്പോൾ ഉച്ചപൂജയ്ക്ക് ശേഷം നട തുറന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ തീർത്ഥം തളിച്ച് ആറ്റുകാൽ പൊങ്കാല ആറ്റുകാൽ അമ്മയ്ക്ക് സമർപ്പിച്ചത്. അതിനുശേഷം ഇനി നടക്കാൻ പോകുന്നത് വൈകിട്ട് 7:30 കുത്തിയോട്ട ചടങ്ങാണ്. ഈ ബാലന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ഷേത്രത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. അവർ ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ക്ഷേത്രത്തിൽ നിന്നുള്ള ഭക്ഷണം കഴിച്ച് അങ്ങനെയൊക്കെയാണ്. അവർക്ക് പുറത്ത് നിന്ന് ഉള്ള ആരെയും തൊടാനോ അതോടൊപ്പം തന്നെ ആരുമായി സംസാരിക്കാനോ ഒന്നും അനുവാദമില്ല. അവർ ആ ക്ഷേത്രത്തിൽ ദേവിയുടെ സമക്ഷം നിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. കുത്തിയോട്ടത്തിനുള്ള ചൂരൽ കുത്ത് ഇന്ന് നടക്കും. അതോടൊപ്പം തന്നെ രാത്രി 11-ന് മണക്കാട് ശാസ്ത ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് തുടരും. തൃക്കടവൂർ ശിവരാജൻ എന്ന കൊമ്പനാണ് ഭഗവതിയുടെ തിടമ്പേന്റുന്നത്. കുത്തിയോട്ട ബാലന്മാർ എഴുന്നള്ളത്തിനെ അനുഗമിക്കുന്നുണ്ട്. എഴുന്നള്ളത്തിന് സായുധ പോലീസിന്റെ അകമ്പടിയും ഒപ്പം വാദ്യമേളവും ഉണ്ടാകും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് അകത്തേക്കുള്ള തിരിച്ചെഴുന്നള്ളത്താണ്. രാത്രി കാപ്പഴിച്ച് കുരുതി തർപ്പണം നടത്തുന്നതോടെ ഉത്സവം സമാപിക്കും. അങ്ങനെ ഈ വർഷത്തെ 2024 ആറ്റുകാൽ പൊങ്കാലയും ഒപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഒരു പരിസമാപ്തിയാകും. അതോടൊപ്പം തന്നെ ഇവിടേക്ക് ഇനി വരാനുള്ള വലിയ കാത്തിരിപ്പിലാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലെ വലിയ വിശ്വാസം അർപ്പിച്ചൊക്കെ ജീവിക്കുന്ന നമ്മുടെ ഭക്തർ. കാരണം അവരെ സംബന്ധിച്ച് ഇതൊരു ഉത്സവം എന്നുള്ളതിനേക്കാൾ ഇതൊരു കൂട്ടായ്മയാണ്, ഇതൊരു ഒത്തൊരുമയാണ്, ഇത് ഒത്തുചേരലിൻ്റെ സമയമാണ്. പ്രത്യേകിച്ച് അനുജ, എനിക്ക് തോന്നുന്നു സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരം ഒരു സ്ഥലം ഇത്ര ധൈര്യത്തോടെ ഇത്ര സന്തോഷത്തോടെയും സ്വാതന്ത്ര്യത്തോടെയൊക്കെ വന്നു പോകാൻ പറ്റുന്ന ഒരിടം നമ്മുടെ കേരളത്തിൽ ഇനി മറ്റൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ അതില്ല എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ മാർച്ച് 8-ാം തീയതി വനിതാ ദിനമാണ്. അന്ന് പോലീസിന്റെ അകമ്പടിയോടെ വിവിധ സംഘടനകളൊക്കെ ഇത്തരത്തിൽ രാത്രി നടത്തമൊക്കെ സംഘടിപ്പിക്കും. പക്ഷെ ഇന്നലെ ഞാൻ കണ്ട കാഴ്ച അങ്ങനെയല്ല. വളരെ സ്വാതന്ത്ര്യത്തോടെ ഇവിടേക്ക് ഒഴുകുകയാണ്. അവരെ യാതൊരു തരത്തിലും ശല്യപ്പെടുത്താതെ പുരുഷന്മാർ മാറി നിൽക്കുന്നു. അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ കോർപ്പറേഷനും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിച്ച ഒരു രാത്രിയായിരുന്നു. അത് പ്രത്യേകം എടുത്തു പറയണം. എണ്ണയിട്ട യന്ത്രം പോലെ പോലീസ് സംവിധാനങ്ങൾ, ഒപ്പം അഗ്നിരക്ഷാ സേന, ഒപ്പം മറ്റ് സന്നദ്ധ സംഘടനകൾ ഇവരെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ആഘോഷമാണിത്. നമ്മുടെ കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രം ആഘോഷം എന്ന് പറയാൻ സാധിക്കില്ല. ഇവിടേക്ക് ഒഴുകി വന്നവരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു ചേച്ചിയെ ഞാൻ കുറച്ച് മുൻപ് പരിചയപ്പെട്ടിരുന്നു. അവർ ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി മാത്രം വന്നതാണെന്നാണ് പറഞ്ഞത്. തമിഴ് സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. കേരളത്തിന് പുറത്തു നിന്നൊക്കെയുള്ള ഭക്തരും പൊങ്കാല അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെയും കണ്ടതാണ്. പലയിടങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകൾ വളരെ ഭക്തിയോടെ വ്രതം നോറ്റുകൊണ്ട് ആറ്റുകാലിലേക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നു. അങ്ങനെ ഇത്തവണത്തെ പൊങ്കാല ചടങ്ങുകൾ അവസാനിച്ച് ഭക്തർ മടങ്ങുന്നു. ഇപ്പോൾ അടുത്തതായി ഇനിയിപ്പോൾ ക്ഷേത്ര പരിസരത്ത് ക്ലീനിങ് നടത്തേണ്ടതുണ്ട്, വൃത്തിയാക്കുക എന്നുള്ളതാണ്. അത് ആ പരിപാടികളൊക്കെ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയാണ് വൃത്തിയാക്കൽ നടക്കുന്നത്? നമ്മൾ അതിലേക്ക് എത്തും ഇടവേള എടുത്തതിനു ശേഷം. അങ്ങനെ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സമാപനമായിരിക്കുന്നു. പൊങ്കാല നിവേദ്യം കൂടി അർപ്പിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു. ഭക്തർ മടങ്ങുകയാണ്. ഇനിയിപ്പോൾ നഗരം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കർമ്മം ചെയ്യേണ്ടത്. അത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നഗരം മാത്രമല്ല, ഇതിനോടകം തന്നെ എവിടെയെല്ലാം പൊങ്കാല ഇട്ടിട്ടുണ്ടോ അവിടെ മുഴുവൻ വൃത്തിയാക്കുക എന്നുള്ളതാണ്. അഖിൽ ഷായും ഹരിശങ്കറും വിശദാംശങ്ങളും. ആദ്യം അഖിൽ ഷായിലേക്ക്. അഖിൽ ഉള്ളത് തമ്പാനൂരിലാണ്. ഇപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചുടുകട്ടകളൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. അതെല്ലാം ഉടനടി തന്നെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കാണുന്നത് ഈ പൊങ്കാല നിവേദ്യ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഭക്തർ മടങ്ങുമ്പോഴേക്കും തന്നെ ഒരു ഭാഗത്ത് നിന്ന് ഈ ക്ലീനിങ് തുടങ്ങിയിരിക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ അങ്ങനത്തെ ദൃശ്യങ്ങൾ കാണുന്നുമുണ്ട് പലയിടങ്ങളിൽ നിന്നും. അനുജ, തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ പണിപ്പെട്ടൊരു പണിയാണ് ഈ ആറ്റുകാൽ ഈ പൊങ്കാലയ്ക്ക് ശേഷം നഗരത്തെ ആകെ ശുചീകരിക്കുക, അത് ക്ലീൻ ചെയ്ത് മാറ്റുക എന്നുള്ളത്. അത് വളരെ വ്യക്തമായി തന്നെ കൃത്യമായി തന്നെ നഗരസഭ ചെയ്യുന്നു. അത് ഈ പറയുന്ന ശുചീകരണ തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർ, പോലീസുകാരൊക്കെ ഇടപെട്ടുകൊണ്ടുള്ള വലിയൊരു ഇടപെടലാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങളുമായി നടക്കുന്നത്. നമുക്ക് ഈ കാണുന്നത് പോലെ തന്നെ ഈ ചുടുകട്ടകളാണ് ഏറ്റവും പ്രധാനമായും ആദ്യം ഇവർ മാറ്റുന്നത് ഇവിടെ നിന്ന്. അതായത് ഈ ചുടുകട്ടകളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷം ഇവിടെ ഉണ്ടായ ഈ പറയുന്ന തീയൊക്കെ വെച്ചുണ്ടായ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റുന്ന, അത് അതിവേഗത്തിൽ തന്നെ അത് ചെയ്യുന്നൊരു രീതിയാണ് പോന്നു വരുന്നത്. നമുക്കൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നതുപോലെ നമുക്കറിയാം, 1 മണിക്കൂർ കൊണ്ടൊക്കെ നഗരമാകെ വൃത്തിയാക്കുന്നതിലുള്ളൊരു മികവ് നമുക്ക് ഈ കോർപ്പറേഷൻ മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. അവരും വളരെ ആവേശത്തിൽ തന്നെയാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. കാര്യം നമുക്ക് അവരുടെ ഈ പ്രവർത്തനങ്ങൾ ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം വളരെ ആവേശത്തോടു കൂടിയാണ് അവരും ഇത് ചെയ്യുന്നത്. ചേട്ടാ, വളരെ പണിപ്പെട്ട പരിപാടിയാണ്. നമുക്കൊരു സന്തോഷത്തിലാണ്. അവർക്കും ഒരു സന്തോഷമാണ്. അതായത് തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി
അതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഭാഗമാകുന്നത് എന്തുകൊണ്ടും അവർക്കും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഈ നഗരം വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഓരോ മുക്കുമൂലയിലും ഉള്ള ഈ മാലിന്യങ്ങളും അതുപോലെ തന്നെ ഈ ചുടുകട്ടകൾ ഉൾപ്പെടെയുള്ളവ മാറ്റി അത് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒപ്പം ഈ ചുടുകട്ടകൾ നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾക്കായാണ് ഈ കല്ലുകൾ ഈ അടുപ്പിനായി ഉപയോഗിച്ച കല്ലുകളൊക്കെ മാറ്റിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത്തവണയും തുടരുമെന്നുള്ളൊരു കാര്യം കോർപ്പറേഷനും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ വേഗത്തിൽ തിരുവനന്തപുരം നഗരം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് കോർപ്പറേഷൻ തുടരുകയാണ്. അതാണ്, ശുചീകരണ പ്രവർത്തനങ്ങൾ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തുടരുന്നു. ക്ഷേത്ര പരിസരത്തെ വൃത്തിയാക്കൽ എങ്ങനെയാണ്? ഹരിശങ്കർ വിവരങ്ങളുമായി. ഞാൻ ഹരിശങ്കറിലേക്ക് എത്താം ഇടവേള എടുത്തതിനു ശേഷം. തിരികെ ലൈവ് ന്യൂസിലേക്ക്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ ഉണ്ടാക്കാൻ മാത്രമാണ് കോൺഗ്രസിന് താത്പര്യം, കുടുംബത്തിന്റെ വളർച്ച മാത്രമാണ് കോൺഗ്രസ് ലക്ഷ്യമിട്ടതെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കോൺഗ്രസ് ഭരണകാലത്തെ മുഴുവൻ അഴിമതികൾക്കും തടയിടാനായെന്നും നവഭാരതത്തിന്റെ നിർമ്മാണം ഇപ്പോൾ കാണാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. कांग्रेस ने कॉमनवेल्थ घोटाला कर दिया। जब देश में डिफेंस इंफ्रास्ट्रक्चर को मजबूत करने की बारी आई, कांग्रेस ने हेलीकॉप्टर और सबमरीन घोटाला कर दिया। देश की हर जरूरत के साथ कांग्रेस सिर्फ विश्वासघात ही कर सकती है और इसका परिणाम आप पूरे देश में ऐसे नव्य भव्य और दिव्य निर्माण कार्य देख रहे हैं. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലമായ സുദർശൻ സേതു ഗുജറാത്തിലെ ദ്വാരകയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഓഖിയെയും ദ്വാരക ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന പാലം 979 കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ആദ്യം ഈ പാലവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. മറ്റൊന്ന്, സ്ഥിരമായി കോൺഗ്രസിനെ വിമർശിക്കുന്ന കാര്യങ്ങൾ, കുടുംബവാഴ്ച, അഴിമതി, ഇതൊക്കെ തന്നെയല്ലേ ഇന്നും പ്രധാനമന്ത്രി പറഞ്ഞത്? അനുജ, 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തം നാടായ ഗുജറാത്തിൽ എത്തിയിരിക്കുന്നത്. ഗുജറാത്തിൽ അദ്ദേഹം ഇന്ന് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം, തൂക്കുപാലം രാജ്യത്തിനായി സമർപ്പിച്ചിരുന്നു. ദ്വാരകയിലാണ് ഈ പാലം. ഓഖയെയും ദ്വാരക ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം 2.3 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. ഒപ്പം തന്നെ 979 കോടി രൂപ ചെലവിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ നടപ്പാതകൾ ഉൾപ്പെടെയുള്ള 4 വരി പാതകൾ ഈ പാലത്തിൽ ഉണ്ട്. പാലത്തിൻ്റെ ഇരുവശങ്ങളിലും ദ്വാരകയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രങ്ങളും ഒപ്പം തന്നെ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ആലേഖനം ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സോളാർ പാനലുകളും ഈ പാലത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാലം രാഷ്ട്രത്തിന് സമർപ്പിച്ച ശേഷം നടത്തിയ പ്രസംഗത്തിലാണ് കോൺഗ്രസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. തൻ്റെ പതിവ് ശൈലിയിൽ കോൺഗ്രസിൻ്റെ കുടുംബവാഴ്ചയ്ക്കെതിരായി തന്നെയാണ് പ്രധാനമന്ത്രി പ്രധാനമായും ലക്ഷ്യം വെച്ച് ആക്രമിച്ചത്. കോൺഗ്രസിന് ഒരു കുടുംബത്തിൽ മാത്രമാണ് ശ്രദ്ധയുള്ളത്, എന്നാൽ BJPക്ക് അങ്ങനെയല്ല. ജനങ്ങൾക്ക് വേണ്ടിയാണ് BJP പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ കാലത്ത് നടന്ന അഴിമതികൾ ഓരോന്നും പ്രധാനമന്ത്രി എണ്ണി പറയുകയായിരുന്നു. ടെലികോം 2G സ്പെക്ട്രം അഴിമതി, ഒപ്പം തന്നെ കോമൺവെൽത്ത് അഴിമതി, കൂടാതെ മറ്റ് ഹെലികോപ്റ്റർ അഴിമതി അടക്കമുള്ള അഴിമതികൾ എണ്ണി പറഞ്ഞ പ്രധാനമന്ത്രി തൻ്റെ ഭരണകാലത്താണ് ഈ അഴിമതികൾ തുടച്ചു നീക്കാൻ കഴിഞ്ഞത് എന്ന് വ്യക്തമാക്കി. ഒപ്പം തന്നെയാണ് 6 വർഷം മുമ്പ് താൻ തന്നെ തറക്കല്ലിട്ട ഈ പാലമാണ് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്നും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്നും പ്രധാനമന്ത്രി ജനങ്ങളോട് പറഞ്ഞു. കൂടാതെ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നടന്ന ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള പാലം, ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടക്കമുള്ള പലയിടങ്ങളിലായി കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി ഭരണത്തിൽ ഉദ്ഘാടനം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓരോന്നും പ്രധാനമന്ത്രി ഈ വേദിയിൽ വെച്ച് എടുത്തു പറയുകയും ഇത്തരത്തിൽ ഇപ്പോൾ നവഭാരതത്തിന്റെ നിർമ്മാണമാണ് കാണാൻ കഴിയുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തൻ്റെ നാട്ടിൽ നടക്കുന്ന ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ അതിവൈകാരികമായാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അതിൽ പ്രധാനമായും ദ്വാരക ക്ഷേത്രത്തിന്റെ മറ്റ് ഭക്തിപരമായ കാര്യങ്ങൾ, ആത്മീയമായ വശങ്ങൾ. പ്രധാനമന്ത്രി കോൺഗ്രസിന് രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്.
അതിനിടെ BJPക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലെ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നിർമ്മാണം BJP തടയാൻ ശ്രമിച്ചുവെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ BJP ആഗ്രഹിക്കുന്നില്ലെന്നും കെജ്രിവാൾ വിമർശിച്ചു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഗുരുതരമായ ആരോപണമാണ്. എവിടെയായിരുന്നു വിമർശനം? അനുജ, ഡൽഹിയിൽ ഈ BJPക്കെതിരെ ആം ആദ്മി പാർട്ടി ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ആം ആദ്മിയുടെ ആസ്ഥാനത്തിന് മുൻപിലായിരുന്നു ആ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആ അവസരത്തിലാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ BJPക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഡൽഹിയിലെ സ്കൂളുകളുടെയും അതുപോലെ തന്നെ ആശുപത്രികളുടെയും നിർമ്മാണത്തിന് BJP പല തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനായി പലതരത്തിലുള്ള തടസ്സങ്ങളാണ് BJP ഇത്തരത്തിൽ നടത്തുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഈ തടസ്സങ്ങൾ നിലനിൽക്കെയാണ് താൻ ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത്. അത് തനിക്ക് മാത്രമേ അറിയൂ എന്നും കേജ്രിവാൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പരിഹാസരൂപേണ പറയുന്നത് തനിക്ക് ഈ സർക്കാർ മുന്നോട്ട് നയിക്കുന്നതിൽ നൊബേൽ സമ്മാനം നൽകണമെന്നുകൂടി കേജ്രിവാൾ പറയുന്നുണ്ട്. എന്തായാലും BJPക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത്. അനുജ, ഗുരുതരമായ ആരോപണമാണ് BJPക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചത്. തൃശൂരിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. ചിറ്റണ്ട പൂങ്കോട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് അപകടമുണ്ടായത്. മലപ്പുറത്തു നിന്ന് വരികയായിരുന്ന കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികൾ സഞ്ചരിക്കുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന 2 യാത്രക്കാരും പരുക്കില്ലാതെ രക്ഷപ്പെട്ടു. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, ഈ യാത്രക്കാർക്ക് പരുക്കില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റ് വിശദാംശങ്ങൾ? അനുജ, രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. രാവിലെ ഇവർ ഇവിടെ നിന്ന്, അതായത് മലപ്പുറത്ത് നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്നതിനിടയിൽ ഈ അപ്രതീക്ഷിതമായി പന്നി റോഡിന് കുറുകെ ചാടുകയായിരുന്നു. ഈ പന്നിയെ കണ്ട വഴി ഇവർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. കാർ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. കാറിനകത്ത് ഇരുവരും, അതായത് ഇതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ 2 പേരും കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമായിരുന്നു. പിന്നീട് ഈ ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇവരെ ഈ ഗ്ലാസ് തകർത്ത് പുറത്ത് എത്തിക്കുന്നത്. പക്ഷേ ഇവർക്ക് കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് ഈ കാനയിൽ നിന്ന് കാർ പിന്നീട് പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഈ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും അപ്രതീക്ഷിതമായി കാട്ടുപന്നി ഈ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിലാണ്, കുറുകെ ചാടുന്നതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. തൃശ്ശൂരിലാണ് കാട്ടുപന്നി കുറുകെ ചാടി അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞു. പക്ഷേ കാറിലുണ്ടായിരുന്നവർക്ക് പരുക്കില്ല. പൊള്ളാച്ചിയിൽ കനാലിൽ വീണ ആനക്കുട്ടിയെ വനംവകുപ്പ് രക്ഷപ്പെടുത്തി. പിടിയാനയ്ക്കൊപ്പം വെള്ളം കുടിക്കാനെത്തിയ ആനക്കുട്ടി കനാലിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചി വനം ഓഫീസർ പുകഴേന്തിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ രക്ഷാപ്രവർത്തനം നടത്തി. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഈ ആനക്കുട്ടിയെ വിജയകരമായി തന്നെ കാട്ടിനുള്ളിലേക്ക് കടത്തിവിട്ടോ? അതെ അനുജ, അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് വളരെ സുരക്ഷിതമായി ഈ ആനക്കുട്ടിയെ രക്ഷപ്പെടുത്തി വനത്തിലേക്ക് അയച്ചത്. പിടിയാനയ്ക്കൊപ്പം വെള്ളം കുടിക്കാനെത്തിയ ആനക്കുട്ടി അബദ്ധത്തിൽ കനാലിലേക്ക് വീഴുകയായിരുന്നു. നല്ല ഒഴുക്ക് വെള്ളത്തിലുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാൻ കഴിയും. ഈ ഒഴുക്കിൽ നിന്ന് ആനക്കുട്ടിയെ രക്ഷിക്കാൻ പിടിയാന ഏറെ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. വിവരമറിഞ്ഞ് പൊള്ളാച്ചി വനം ഓഫീസർ പുകഴേന്തിയുടെ നേതൃത്വത്തിലുള്ള ജീവനക്കാർ സംഭവ സ്ഥലത്തെത്തി കനാലിലേക്ക് ഇറങ്ങി കാട്ടാനക്കുട്ടിയെ കരത്തി കയറ്റുകയായിരുന്നു. പിന്നീട് പിടിയാനയുടെ സമീപത്തേക്ക് എത്തിക്കുകയും ചെയ്തു. ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ ഒഴുക്കിൽ ഒരുപക്ഷെ കുട്ടിയാനെ ഒഴുകിപ്പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ ചെറുത്തു നിർത്തിയത് വനവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നാണ്. എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിരവധി അഭിനന്ദനങ്ങളും ഇത്തരത്തിലുള്ള മൃഗസ്നേഹികളടക്കം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വെള്ളത്തിലും മറ്റും ഒഴുക്കിൽപ്പെടുന്ന കുട്ടിയാനകളുടെ ദൃശ്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വളരെ സുരക്ഷിതമായി ഈ കുട്ടിയാനയെ രക്ഷപ്പെടുത്താൻ വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞത്. വെള്ളം കുടിക്കാൻ അമ്മയാനയ്ക്കൊപ്പം എത്തിയ കുട്ടിയാനയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. കനാലിലേക്ക് വീഴുകയായിരുന്നു ഈ കുട്ടിയാന. ഉത്തർപ്രദേശിൽ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 4 മരണം, നിരവധി പേർക്ക് പരുക്കേറ്റു. കൗശാനിയിലാണ് അപകടമുണ്ടായത്. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, ഈ അപകടം എങ്ങനെയുണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. പരുക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട്? അച്യുതൻ, കേൾക്കാമോ?
അടിച്ച ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഉത്തർപ്രദേശിൽ പടക്ക ശാലയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. ശാലയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നത് പ്രാഥമിക വിവരമനുസരിച്ച് 4 പേർ കൊല്ലപ്പെട്ടതായാണ് പോലീസ് അറിയിക്കുന്നത്. 5ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൗശാബിയിലാണ് ഈ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ഫാക്ടറി ജനവാസ മേഖലയിലല്ല സ്ഥിതി ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ ആളപായം ഒഴിവാവുകയായിരുന്നു. ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. അനധികൃതമായി പ്രവർത്തിച്ച പടക്കശാലയൊന്നുമല്ല, മറിച്ച് ലൈസൻസോടുകൂടി പ്രവർത്തിച്ച പടക്കശാലയിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നതെന്നും സൂപ്രണ്ട് ബ്രിജേഷ് ശ്രീവാസ്തവ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പരിക്കേറ്റവർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുകയാണ്. മറ്റ് വിവരങ്ങൾ എന്ത് കാരണമാണ് ഈ ഒരു പൊട്ടിത്തെറിക്ക് പിന്നിൽ ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രാഥമിക അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഉത്തർപ്രദേശ് കൗശാംബിയിലെ പടക്കശാലയിലുണ്ടായ സ്ഫോടനത്തിലാണ് 4 പേർ മരണമടഞ്ഞത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമുദായ ജാഗ്രതാ സമ്മേളനം. മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിൽ വിവേചനമുണ്ടെന്നും പ്രമേയത്തിൽ വിമർശനമുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച 9 മാസങ്ങൾക്ക് ശേഷവും നടപടിയെടുക്കാത്തതിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. സൂരജ് സജി വിശദാംശങ്ങളുമായി. സൂരജ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വരുന്ന ഈ വിമർശനം അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കൊരുപോലെ നിർണായകമല്ലേ? അനുജ, തീർച്ചയായും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ കൃത്യമായ രാഷ്ട്രീയം വിശദീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് തൃശൂർ അതിരൂപത ഇത്തരത്തിലൊരു സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ സമുദായ ജാഗ്രതാ സമ്മേളനം എന്ന പേരിലാണ് ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയും വിമർശനം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത് ഈ ക്രൈസ്തവ സഭകൾക്കെതിരെയുള്ള അതിക്രമം അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മതേതരത്വ ഇന്ത്യയിൽ ഭരണഘടന നൽകുന്ന സംരക്ഷണം പോലും ഇത്തരം സ്ഥാപനങ്ങൾക്കോ ക്രൈസ്തവ സഭയ്ക്കോ ലഭിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഈ സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ട ഒരു നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം. മണിപ്പൂരിൽ ഉൾപ്പെടെ ഗുരുതര വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഈ പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനവും മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ന്യൂനപക്ഷ പദ്ധതികൾ ജനസംഖ്യാ അനുപാതത്തിൽ വിതരണം ചെയ്യണമെന്ന് കോടതി ഉത്തരവുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഈ ന്യൂനപക്ഷ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഉൾപ്പെടെ വീഴ്ചയുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമ്മേളനത്തിലാണ് വിമർശനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒരുപോലെ ഉണ്ടായിട്ടുള്ളത്. ലൈവ് ന്യൂസിൽ ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് സൂപ്പർ ഫാസ്റ്റ്.